സ്വിംഗ് ട്രേഡിംഗിൽ എങ്ങനെ വിജയിക്കാം? എന്തുകൊണ്ടാണ് സ്വിങ്ങിനെ സ്റ്റോക്ക് മാർക്കറ്റിൽ കിങ് എന്ന് വിളിക്കുന്നത്? അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നതിൽ ഒരു 80% ആളുകളും സ്വിംഗ് ട്രേഡിംഗിൽ വിജയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഫുൾ ടൈം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ജോലി ചെയ്യുന്നവർക്കും മറ്റു വർക്കുകൾ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ പാസീവായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിങ്ങിൽ വളരെ ഷോർട്ട് ടൈം സമയം കൊണ്ട്, അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സ്വിംഗ് ട്രേഡിങ്ങിലൂടെ പറ്റും. അതും റിസ്ക് അധികമില്ലാതെ, അതായത് ഡെറിവേറ്റീവ് മാർക്കറ്റ്സിനെ അപേക്ഷിച്ച് റിസ്ക് കുറഞ്ഞ സ്വിംഗ് ട്രേഡിങ്ങിൽ നമുക്ക് കിങ് ആവാനായിട്ട് സാധിക്കുമെന്നതാണ് സ്വിംഗ് ട്രേഡേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്? ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുന്നു ഡിമാറ്റ് അക്കൗണ്ട് വഴി. അത് ഒരാഴ്ചയോ 2 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസമോ 5 മാസമോ 6 മാസമോ എങ്കിലും നിങ്ങളുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്നു. ആൻഡ് കുറച്ച് നാളുകൾക്ക് ശേഷം അത് വിറ്റ് ഒഴിവാക്കി പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഒരു സ്വിംഗ് ട്രേഡ് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് അതിന് സ്വിംഗ് ട്രേഡിംഗ് എന്ന പേര് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അതായത് ഓഗസ്റ്റ് 27-ാം തീയതി നിങ്ങളൊരു ഉച്ചയായപ്പോൾ ഒരു സ്റ്റോക്ക് 100 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു സെപ്റ്റംബർ പകുതിയൊക്കെ ആയപ്പോൾ നിങ്ങളത് 150 രൂപയ്ക്ക് വിറ്റൊഴിവാക്കി. അപ്പോൾ നിങ്ങളുടെ ലാഭം എത്രയാണ്? 50 രൂപയാണ് നിങ്ങളുടെ ലാഭം. അപ്പോൾ നിങ്ങൾ എത്ര രൂപയ്ക്ക് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ ആ ക്വാണ്ടിറ്റി ഇൻറ്റു നിങ്ങളുടെ ലാഭം, അതായത് 50 രൂപ എന്നുള്ളതാണ് നിങ്ങളുടെ ടോട്ടൽ പ്രോഫിറ്റ് ഈ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ കിട്ടുന്നത്. പലരും സ്വിംഗ് ട്രേഡിംഗ് വളരെ ഭംഗിയായിട്ട് ചെയ്യാറുണ്ട്. കാരണം വലിയ നോളജ് ഒന്നും ഇല്ലെങ്കിലും ഒരു സാമാന്യ ഐഡിയ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ചെറിയൊരു ഐഡിയയും കുറച്ച് നല്ല നല്ല യൂട്യൂബ് ചാനൽസ് ഫോളോ ചെയ്യുന്നവരും അല്ലെങ്കിൽ വാർത്ത കാണുന്നവരും അല്ലെങ്കിൽ നന്നായിട്ട് പേപ്പർ വായിക്കുക, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആഭ്യന്തരവും ഗ്ലോബലും ഉള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വിംഗ് ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് കിങ് ആവാനായിട്ട് സാധിക്കും. ലോങ് ടൈമിനും ഇൻട്രാഡേ ട്രേഡിങ്ങിനും ഇടയിൽ നിൽക്കുന്ന ഒന്നാണ് സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. വളരെ ചുരുങ്ങിയ കാലയളവിൽ കൊണ്ട് തന്നെ ഹൈ റിട്ടേൺസ് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്വിംഗ് ട്രേഡേഴ്സിൻ്റെ സുവർണ കാലഘട്ടമാണ് നമുക്ക് പറയാം. കാരണം ഇലക്ഷന് ശേഷം മാർക്കറ്റ് ഒരു ബുള്ളിഷ് റാലിയിലാണ്. ചെറിയൊരു കറക്ഷൻ വന്നെങ്കിലും ഞാനത് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്ലോബലി നടക്കുന്ന ഒരു നെഗറ്റിവിറ്റി കൊണ്ട് ആ ഒരു ഗ്ലോബലി ഉണ്ടായ നെഗറ്റിവിറ്റി നമ്മുടെ ഇന്ത്യ സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിച്ചു. പക്ഷെ അതൊരു ടെമ്പററി കറക്ഷൻ ആയിരുന്നു. വീണ്ടും 10 മടങ്ങ് ആവേശത്തോടു കൂടി ഇന്ന് എനിക്ക് തോന്നുന്നു 25,100 വരെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ നിഫ്റ്റി ബീസൊക്കെ നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങിയതാണ്. ഇന്ന് നിഫ്റ്റി ബീസിന് 280 രൂപയാണ്. അതുപോലെ തന്നെ നമ്മുടെ IT ബീസ്, നിങ്ങൾ എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ 35 രൂപ മുതൽ IT ബീസ് എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നതിന് 45 രൂപയാണ്. വളരെ റിസ്ക് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫാർമ ബീസ് ഞാൻ 19 രൂപ തുടങ്ങി പറഞ്ഞതാണ്, ഇപ്പം അതിന് 23 രൂപയാണ്. ബാങ്ക് ബീസും 525 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതുവരെ എത്തി നിൽക്കുകയാണ്. വളരെ റിസ്ക് കുറഞ്ഞ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് അഥവാ. അപ്പോൾ ഞാൻ ഇപ്പോൾ സ്വിംഗ് ട്രേഡേഴ്സിൻ്റെ സുവർണ കാലഘട്ടമാണ്. കാരണം ഏത് സ്റ്റോക്കിലിട്ടാലും പ്രോഫിറ്റ് കിട്ടാത്ത സ്റ്റോക്കുകൾ വളരെ കുറവാണ്. ഇനി നിങ്ങൾ അത്ര പെനി സ്റ്റോക്കിലോ ലോക്കൽ സ്റ്റോക്കിലോ ഒക്കെ കൊണ്ടുപോയിട്ടാലാണ് നിങ്ങൾക്ക് നഷ്ടം വന്നിട്ടുണ്ടാവുള്ളൂ. അതർവൈസ് ലാർജ് ക്യാപ് ഫണ്ടുകളിലിട്ട് എല്ലാവർക്കും തന്നെ നല്ല പ്രോഫിറ്റാണ്. അതായത് സ്വിംഗ് ട്രേഡേഴ്സിൻ്റെ സുവർണ കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി എങ്ങനെ സ്വിംഗ് ട്രേഡിങ്ങിൽ നമുക്ക് വിജയിക്കാം? അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റോക്ക് സെലക്ഷനാണ്. എങ്ങനെ നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുമെന്നുള്ളതാണ്. ഇനി അത് നമ്മുടെ ഫിനാൻസ് സ്റ്റെബിലിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്കാണ് അറിയാൻ പാടുള്ളൂ. അതായത് എത്ര രൂപ നിങ്ങളുടെ കയ്യിൽ റിസ്ക് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എത്ര രൂപ സേഫായിട്ട് വെക്കാനുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പൈസ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, പക്ഷേ ഇത് പോയി കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടാവില്ല, പക്ഷേ എങ്കിലും ഇത് കുറച്ചും കൂടി എനിക്ക് ഇത്ര റിസ്ക് എടുക്കാൻ പറ്റാത്തൊരു ഫണ്ടിൽ ഇട്ടാൽ മാത്രമാണ്
എനിക്ക് നല്ലത്, ഒരുപാട് റിസ്ക് എടുക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്സ് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യും? വളരെ സിമ്പിളാണ്. ഒന്ന്, നിഫ്റ്റി 50 സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുക. എന്താണ് നിഫ്റ്റി 50 സ്റ്റോക്കുകളുടെ പ്രത്യേകത? NSE ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ടോപ്പ് 50 കമ്പനികളെയാണ് നമ്മൾ നിഫ്റ്റി 50 എന്ന് പറയുന്നത്. NSEയിൽ ടോപ്പ് 50 കമ്പനികളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്കറിയാം ഇന്ത്യയിലെ ഒട്ടുമിക്ക വലിയ വലിയ കമ്പനികളുണ്ട്. അവരെ ലിസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, ആരാ മാറ്റി വെച്ചിരിക്കുന്നത്? NSE സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവരെ ലിസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവില്ലേ? നിങ്ങൾ ഒരു അനാലിസിസും ചെയ്യേണ്ട ആവശ്യമില്ല. HDFC ബാങ്ക് ബെറ്റർ ആണോ? ഞാനൊക്കെ HDFC ബാങ്ക് എത്ര നാൾ മുമ്പ് പറഞ്ഞു തുടങ്ങിയതാണ്. HDFC ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത എത്ര ആളുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലുണ്ട്. അപ്പം ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത്രയും ധൈര്യത്തോടു കൂടി ആ ഒരു HDFC ബാങ്ക് പറയണമെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരെ HDFC ബാങ്കിനെ ബെറ്റർ സ്റ്റോക്കായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിഫ്റ്റി 50 സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നത്. ഇനി രണ്ടാമത് നിഫ്റ്റി 50 സ്റ്റോക്കുകളും അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആക്ടിവേറ്റഡ് സ്റ്റോക്കുകളും റിസ്ക് കുറഞ്ഞ സ്വിംഗ് ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെന്റിന് നല്ലതാണ്. എന്തുകൊണ്ടാണ്? എല്ലാ സ്റ്റോക്കിലും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആക്ടിവേറ്റഡ് അല്ല. അത് നിങ്ങൾക്കറിയാവോ? NSEയിൽ 2386 സ്റ്റോക്കുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാത്തിലും F&O ആക്ടിവേറ്റഡ് അല്ല. F&O ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ സെലക്റ്റഡ് സ്റ്റോക്കുകളിൽ മാത്രമാണ്. എന്തുകൊണ്ടാണ്? കുറച്ച് സ്റ്റോക്കുകൾ മാത്രം മാറ്റി നിർത്തി F&O ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ, അതായത് നമ്മളൊരു ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോൾ മെയിനായിട്ടുള്ള ആൾക്കാർ ഫ്രണ്ടിലിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇവരൊക്കെ മെയിനായിട്ടുള്ള ആളുകളാണ്. എങ്ങനെയാണ് F&O ഒരു സ്റ്റോക്കിൽ ആക്ടിവേറ്റ് ആവുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നോക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? F&O ആക്ടിവേറ്റ് ആവണമെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, അതുപോലെ തന്നെ ലിക്വിഡിറ്റി, അതായത് ആവറേജ് വോളിയം ട്രേഡ് നടക്കുന്നുണ്ടോ എന്ന് നോക്കും. അതുപോലെ തന്നെ പബ്ലിക് ഷെയർ ഹോൾഡിംഗ്, പ്രൈസ് ബാൻഡ്, ട്രാക്ക് റെക്കോർഡ്, കോർപ്പറേറ്റ് ഗവേണൻസ്, ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സ്. ഇത്രയും കാര്യങ്ങൾ നോക്കി സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് NSE സ്റ്റോക്കുകളിൽ F&O ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തന്നെ നമുക്ക് സോർട്ട് ചെയ്ത് തരുമ്പോൾ പിന്നെ നമ്മൾ സ്ക്രീനറും സോർട്ടിങ്ങും ഒക്കെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമുണ്ടോ? കാരണം എന്തുകൊണ്ടാണ്? ഇതെല്ലാം ബെറ്റർ ആയതുകൊണ്ടാണ് ഇതെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ റിസ്ക് കുറഞ്ഞ സ്വിംഗ് ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നോക്കുന്നതെങ്കിൽ നിഫ്റ്റി 50 സ്റ്റോക്കുകൾ, വെറുതെ ഗൂഗിളിൽ നിഫ്റ്റി 50 സ്റ്റോക്ക് അടിച്ചു കൊടുത്താൽ മതി, ലിസ്റ്റ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ F&O ആക്ടിവേറ്റഡ് സ്റ്റോക്സ് അടിച്ചു കൊടുത്താൽ നമുക്ക് ലിസ്റ്റ് കിട്ടും. ഇനി അഥവാ നിങ്ങൾക്ക് അതിന് പറ്റില്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടിൽ ചുമ്മാ ഇൻഫി എന്നൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറും കോളും ഒക്കെ നമുക്ക് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾ പോളിസി ബസാർ, NCL ഇന്ത്യ അങ്ങനത്തെ സ്റ്റോക്കുകളൊക്കെ അടിച്ചു നോക്കിയേ, രണ്ട് ഓപ്ഷനെ കാണിക്കത്തുള്ളൂ. ഒന്ന് NSE BSEയിൽ ഇക്വിറ്റി ലിസ്റ്റ് ചെയ്ത് മാത്രം, അതർവൈസ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒന്നും അതിൽ കാണില്ല. അങ്ങനെ നിങ്ങൾക്ക് നോക്കാം സിംപ്ലിഫൈ ചെയ്തുകൊണ്ട്. അപ്പോൾ റിസ്ക് കുറഞ്ഞ സ്വിംഗ് ട്രേഡിംഗ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിഫ്റ്റി 50 സ്റ്റോക്കുകളും അതുപോലെ തന്നെ F&O ആക്ടിവേറ്റഡ് സ്റ്റോക്കുകളും പരിഗണിക്കുക. ഇനി ഇത് എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഒരു ജനറൽ ഐഡിയ മാർക്കറ്റിൽ നമുക്ക് വേണം. അതായത് മാർക്കറ്റിൽ കറക്ഷൻ വന്നു, കറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് പൊട്ടി, മാർക്കറ്റ് താഴേക്ക് വരുന്നു, നിഫ്റ്റി 50 താഴേക്ക് വരുന്നു, എന്ത് കാരണമാവും? മേ ബി ന്യൂസ് ബേസ്ഡ് ആവാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആവാം, അല്ലെങ്കിൽ പല ഇഷ്യൂസ് കൊണ്ട് മാർക്കറ്റിൽ കറക്ഷൻസ് വരാം. നമുക്കറിയാം എപ്പോഴും റോക്കറ്റ് പോലെയല്ല മാർക്കറ്റ് പോകുന്നത്, മാർക്കറ്റിന് മുകളിൽ പോകുന്നത് കറക്റ്റ് ചെയ്യുന്നു. ആ കറക്ഷൻ്റെ ആ ഒരു വ്യാപ്തി അനുസരിച്ചാണ് നമ്മൾ എങ്ങനെയുള്ള കറക്ഷൻസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഒരു 3 to 8% വരെ മാർക്കറ്റിൽ നോർമൽ കറക്ഷനാണ്. അപ്പോൾ ഈ കറക്ഷൻ വരുന്ന സമയത്ത് വേണം ഇങ്ങനെയുള്ള ലാർജ് ക്യാപ് ഫണ്ടുകളിൽ എൻട്രി എടുക്കാൻ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തിരിച്ച് കയറി വരും. നമ്മൾ ഈ ഓഗസ്റ്റിലുണ്ടായ ഡിപ്പ് നമ്മളെല്ലാവരും കണ്ടതാണ്. എവിടെ വരെ മാർക്കറ്റ് പോയി? വീണ്ടും തിരിച്ചത് 25,000 എത്തി, 25,000 ബ്രേക്ക് ചെയ്ത് 25,100 ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് മാർക്കറ്റ്. അപ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അനുസരിച്ച് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫണ്ട് അനുസരിച്ച് നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി കുറച്ചുകൂടി റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് റെഡിയാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് സമയം കൂടിയുണ്ട്, ജോലിയുടെ ഇടയ്ക്കും ഒരുപാട് സമയം കിട്ടുന്ന ആളുകളുണ്ട്. ഓക്കെ, ഇപ്പോൾ IT പ്രൊഫഷണൽസ് ഒക്കെ ആണെങ്കിൽ അവർ മോർണിംഗിൽ കുറച്ചും കൂടി ആക്റ്റീവ് ആയിരിക്കും, അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് വർക്ക് വരുന്നത്, പിന്നെ അവർക്ക് നൈറ്റൊക്കെ വർക്ക് ചെയ്യാം. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? സ്ക്രീനേഴ്സ് യൂസ് ചെയ്ത് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊക്കെ സ്ക്രീനേഴ്സാണ്? ട്രെൻഡ് ലൈൻ, ചാർട്ട് വിങ്ക്,
അതുപോലെ തന്നെ screener.in ഇങ്ങനെയുള്ള സ്ക്രീനേഴ്സിൽ സോർട്ട് ഔട്ട് ചെയ്ത് സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം അത് മറ്റ് ലാർജ് ക്യാപ് ഫണ്ടുകളെ പോലെയല്ല. ചിലപ്പോൾ നിങ്ങൾ കിട്ടുന്നത് മിഡ് ക്യാപ് ഫണ്ടുകൾ, സ്മോൾ ക്യാപ് ഫണ്ടുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരുപാട് നാൾ ഹോൾഡ് ചെയ്ത് ഇനിയും കിട്ടുമെന്ന് വിചാരിച്ചിരിക്കാതെ ഒരു 20-25% കിട്ടിയാൽ ബുക്ക് ചെയ്യുക, ഇറങ്ങുക. കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ നിൽക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ ചെറിയൊരു റിസ്ക് ഫാക്ടർ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരുപാട് ന്യൂസുകളും അതുപോലെ തന്നെ റീറ്റെയിലേഴ്സിൻ്റെ മെൻറ്റാലിറ്റിയൊക്കെ നോക്കിയിട്ട് റീറ്റെയിലേഴ്സിനെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വലിയ പ്ലെയേഴ്സ് ഇറങ്ങി പോകുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പെനി സ്റ്റോക്കുകളല്ല ഞാൻ പറയുന്നത്, സ്മോൾ ക്യാപ് ഫണ്ടുകളും അതുപോലെ തന്നെ മിഡ് ക്യാപ് ഫണ്ടുകളാണ്. പക്ഷേ ഇതിൽ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൻ ലോട്ടറിയാണ്, നല്ല പ്രോഫിറ്റ് കയറും. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവായതുകൊണ്ട്. സോ അത്ര റിസ്ക്കിലേക്ക് നിങ്ങൾ പോവണ്ട. ഒരു മിഡ് ക്യാപ് ഫണ്ടുകൾ തന്നെ പിടിച്ച് സ്ക്രീനർ വഴി അത് ചെയ്യാവുന്നതാണ്. അങ്ങനെ എങ്ങനെ സ്ക്രീനറിൽ നോക്കി ട്രേഡ് എടുക്കാം എന്നുള്ളത് ഞാനൊരു വീഡിയോന് മുമ്പ് ചെയ്തിട്ടുണ്ട്. സ്വിംഗ് ട്രേഡിങ്ങിൽ ലാഭം മാത്രം തരുന്ന സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞ് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്ന സ്ക്രീനർ വെച്ച് ഞാനത് ചെയ്തിട്ടുണ്ട്. ഞാനത് ഇവിടെ ഇട്ടേക്കാം. നിങ്ങൾ ഈ വീഡിയോ ചെന്ന് കാണാം. വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്നൊരു കാര്യമാണ്. അത് ചെന്ന് കാണാം. ഓക്കെ, ഇനിയുള്ള സ്ക്രീനേഴ്സ് ഞാൻ ഇട്ടിട്ടില്ല. ഇനി വരും വീഡിയോസിൽ തീർച്ചയായിട്ടും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സ്വിംഗ് ട്രേഡിങ്ങിൽ എപ്പോഴൊക്കെയാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ ആ വീഡിയോയിൽ ചെയ്തതുപോലെ നമ്മൾ ഹൈ സ്ട്രക്ചർ ബ്രേക്ക് നോക്കിയാണ് മോസ്റ്റ് ഓഫ് എല്ലാ ട്രേഡ്സും ആ ഒരു ഇത് ഉപയോഗിച്ച് എൻട്രി ചെയ്യുന്നത്. പിന്നെ ഞാൻ വീണ്ടും സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഒരു മെത്തേഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഏതാണ്? I think 200 EMA ക്രോസ് ഓവർ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തംബ്നെയിൽ ഞാൻ ഇട്ടേക്കാം. നിങ്ങൾ ആ വീഡിയോ സെർച്ച് ചെയ്ത് കാണാം. ഈ 2 മെത്തേഡാണ് സ്വിംഗ് ട്രേഡിങ് ഞാൻ മേജറായിട്ട് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരെണ്ണം RSI വെച്ചിട്ടുള്ള RSI ലോ വരുമ്പോൾ ബൈ ചെയ്യുന്നതും ആൻഡ് ഹൈയിൽ എക്സിറ്റ് ചെയ്യുന്ന രീതിയിൽ സൂപ്പർ ട്രെൻഡ് ചേഞ്ച് ആവുന്ന ചെറിയൊരു ഇത് ഇട്ടിട്ടുണ്ട്. അതും സ്വിംഗ് ട്രേഡിംഗ് അല്ല, അതും നമ്മുടെ ബീസിൽ സെക്യൂർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. എങ്കിലും സ്വിംഗ് ട്രേഡിംഗ് ആയിട്ട് അത് കൺസിഡർ ചെയ്യാം. ഈ 3 വീഡിയോ ആണ് മെയിനായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഹൈ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് സ്വിംഗ് ട്രേഡിങ്ങിൽ എൻ്റർ ചെയ്യുക. അല്ലെങ്കിൽ ഏതാണ് കപ്പ് ആൻഡ് ഹാൻഡിൽ സ്ട്രക്ചർ, അല്ലെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡർ, അല്ലെങ്കിൽ സിമെട്രിക് അസിമെട്രിക് ട്രയാങ്കിൾസ്, ഇങ്ങനെയുള്ള പാറ്റേൺസ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് എല്ലാവരും സ്വിംഗ് ട്രേഡിങ്ങിൽ എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ അല്ലെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡർ, ഡബിൾ ബോട്ടം, അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് നമ്മൾ ഏത് ടൈം ഫ്രെയിമിൽ അനാലിസിസ് ചെയ്യണം? നമുക്കറിയാം എല്ലാവരും വീക്കെൻഡിലൊക്കെ ഫ്രീ ആയിരിക്കും. വീക്കെൻഡിൽ ഒരു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് നിങ്ങൾ ഇരിക്കുക. എന്നിട്ട് 5 മിനിറ്റിലും 15 മിനിറ്റിലൊക്കെയാണോ ഈ ബ്രേക്കൗട്ട് നോക്കേണ്ടത്? ഒരിക്കലും 5 മിനിറ്റിലും 15 മിനിറ്റിലും നോക്കരുത്. കാരണം നിങ്ങൾ ജോലിക്കാരാണ്, നിങ്ങൾ പാസീവായിട്ട് സ്വിംഗ് ട്രേഡിങ് ചെയ്യുന്ന ആളുകളാണ്. 5 മിനിറ്റിലും 15 മിനിറ്റിലും ഒരു ബ്രേക്കൗട്ട് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. കാരണം അത് മേ ബി ഫേക്ക് ബ്രേക്കൗട്ട് ആവാനുള്ള ചാൻസ് ഒരു 85% ഫേക്ക് ബ്രേക്കൗട്ട് ആവും. വളരെ റെയറായിട്ടാണ് അത് കറക്റ്റ് ബ്രേക്കൗട്ട് വരാറുള്ളൂ. ഏത് ടൈം ഫ്രെയിമിൽ നോക്കണം? ഒന്നെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിലോ അല്ലെങ്കിൽ വീക്ക്ലി ടൈം ഫ്രെയിമിലോ വേണം ഇങ്ങനെയുള്ള വലിയ ബ്രേക്കൗട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളതൊരു ഡെയിലിയിലിട്ട് നോക്കുക, വീക്ക്ലിയിലിട്ട് നോക്കുക. രണ്ടിലും ഈ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്കൗട്ട് ആണെങ്കിൽ വി ക്യാൻ ഷുവർ ആ ഒരു ട്രേഡ് അല്ലെങ്കിൽ അത് ഒരു ബ്രേക്കൗട്ടിലേക്ക് വന്നിരിക്കുകയാണ്, നമുക്ക് എൻട്രി എടുക്കാമെന്ന് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ടൈം ഫ്രെയിം ശ്രദ്ധിക്കണം. ഏത് ടൈം ഫ്രെയിമാണ്? ഡെയിലിയോ വീക്ക്ലിയോ വേണം സ്വിംഗ് ട്രേഡിങ്ങിൽ ടൈം ഫ്രെയിം ഇടാനായിട്ട്. ഇനി അടുത്താണ് റിസ്ക് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട്, നമ്മളൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്കൗട്ട് കണ്ടുപിടിച്ചു. ഈ 1 ലക്ഷം രൂപയും ഈ സ്റ്റോക്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണോ വേണ്ടത്? അല്ല. ഒരു ബ്രേക്കൗട്ട് കിട്ടിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രക്ചർ ബ്രേക്കൗട്ട് കിട്ടി, ആ സ്ട്രക്ചർ ബ്രേക്കൗട്ടിൻ്റെ താഴെ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലൂസ്. ഈ ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ 1 ലക്ഷത്തിൽ നിങ്ങളുടെ 40% മാത്രമേ ആ സ്റ്റോക്കിൽ ഇടാൻ പാടുള്ളൂ. ഇനി അത് കറക്റ്റ് ചെയ്യുന്നു, ഒന്നും കൂടി ബ്രേക്കൗട്ട് നടത്തി താഴെ വീണ്ടും കറക്റ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ബാക്കി എമൗണ്ട് എൻട്രി എടുക്കാം. അതർവൈസ് നിങ്ങൾ വേറെ എൻട്രീസ് ഇല്ല. ഈ 40% നിങ്ങൾ തൃപ്തിപ്പെടുക എന്നുള്ളതാണ് പ്രോപ്പർ പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ സ്വിംഗ് ട്രേഡിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ എമൗണ്ടും കൊണ്ടുപോയി നിങ്ങളൊരു സ്റ്റോക്കിൽ ഇടാതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇടുക എന്നുള്ളതാണ്. ഞാൻ പല പോർട്ട്ഫോളിയോയും കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു അടുത്തൊരാളുടെ പോർട്ട്ഫോളിയോയിൽ ഒരു സ്റ്റോക്ക് എനിക്ക് തോന്നുന്നു അതൊരു സ്മോൾ ക്യാപ് ഫണ്ടാണ്. ആ സ്റ്റോക്കിൽ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു 1,50,000 അടുത്ത് പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ പുള്ളിയുടെ കയ്യിലൊരു 20 ഹോൾഡിങ്സിൽ ബാക്കി എല്ലാ സ്റ്റോക്കും ലോസിലാണ്. പക്ഷേ ഈ സ്റ്റോക്കിൽ ഇത്രയും പ്രോഫിറ്റ് ഉള്ളതുകൊണ്ട് പുള്ളി ഓവറോൾ പ്രോഫിറ്റിലാണ്. പക്ഷെ എൻ്റെയൊക്കെ പോർട്ട്ഫോളിയോ അങ്ങനെയല്ല. ഞാൻ മാക്സിമം എൻ്റെ പോർട്ട്ഫോളിയോയിൽ 2-3 സ്റ്റോക്കിൽ ലോസ് ഉണ്ടെങ്കിൽ കൂടി മെജോറിറ്റി എൻ്റെ ആ ഒരു ഹോൾഡിങ്
പ്രോഫിറ്റിലാണ്. മെജോറിറ്റി ഹോൾഡിങ്സ് എൻ്റെ പ്രോഫിറ്റിലാണ്. അതുകൊണ്ട് ഞാൻ ഓവറോൾ പ്രോഫിറ്റിലാണ്. വേറെ ഒരു പോർട്ട്ഫോളിയോ എങ്ങനെയാണ്, ഒരു സ്റ്റോക്ക് മാത്രം പ്രോഫിറ്റ്, ബാക്കിയെല്ലാം ലോസ്. അതുകൊണ്ട് അദ്ദേഹം ഓവറോൾ പ്രോഫിറ്റിലാണ്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ പ്രോപ്പർ പൊസിഷൻ സൈസിങ് കീപ്പ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സ്റ്റോക്കുകളുടെ, ഇപ്പോൾ നിഫ്റ്റി 50 സ്റ്റോക്കുകൾ അല്ലെങ്കിൽ F&O ആക്ടിവേറ്റഡ് സ്റ്റോക്കുകളൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു 1 ലക്ഷം ആണെങ്കിൽ എല്ലാത്തിലും ഒരു 20,000 റുപ്പീസ് വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിടാം. അല്ല, അതിൽ ഏറ്റവും മികച്ച് നിൽക്കുന്നതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഷോർട്ട് ടൈം അല്ല, ലോങ് ടൈം ആണെങ്കിൽ ബീസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതിന് എല്ലാവരോടും പറയുന്ന കാര്യമാണ്. എൻ്റെ ചാനൽ കാണുന്ന ആളുകളുടെ പോർട്ട്ഫോളിയോയിൽ എന്തെങ്കിലും നമ്മൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ബീസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എങ്കിൽ ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടെലഗ്രാമിൽ നിങ്ങൾക്ക് ITBSന് പ്രോഫിറ്റ് കിട്ടിയോ അല്ലെങ്കിൽ ബാങ്ക് ബീസിന് പ്രോഫിറ്റ് കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം എന്തുകൊണ്ടാണ്, ന്യൂ ജോയിൻ ചെയ്യുന്ന ആളുകൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം റീടാഗ് ചെയ്തിടാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ബീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ ആണ് ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും അത് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ടേ ഉള്ളൂ, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നവർക്ക് വരെ ഒരു 35 രൂപ കൊടുത്ത് ഒരു 10 ITBs എങ്കിലും മേടിച്ചിടാൻ, ഇപ്പം 45 രൂപ കേട്ടോ, മേടിച്ചിടാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും. അപ്പം അതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടാതെ പോകരുത്. തീർച്ചയായിട്ടും അതെടുക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ എൻ്റെ അടുത്തുള്ള എല്ലാവർക്കും ഈ ബീസ് ഇൻവെസ്റ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യാറുണ്ട്, അവരെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് എനിക്ക് ചെയ്തു തരാൻ പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ടെലഗ്രാമിലോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരും. അല്ലാതെ ടെലഗ്രാമിൽ വന്നിട്ട് മാം നാളെ മാർക്കറ്റ് മുകളിലോട്ട് പോവോ താഴോട്ട് പോകുമെന്ന് ആരും ചോദിക്കരുത്. ഇങ്ങനെയുള്ള എല്ലാ ഡൗട്ട്സുകളും എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരും. എങ്ങനെ ഇത് വിൽക്കാമെന്നുള്ള വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അത് ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഷെയർ എനിക്ക് മടുത്തു. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് സ്വിംഗ് ട്രേഡിങ്ങിൽ വിജയിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സ്വിംഗ് ഈസ് കിങ് ആണ്. തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ കിങ് ആക്കും. അതുപോലെ തന്നെ പേഷ്യൻസ് ആൻഡ് ഡിസിപ്ലിൻ, അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ലല്ലോ. ഈ കൂടുതൽ കിട്ടും എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത്. മാക്സിമം നിങ്ങളുടെ കയ്യിലൊരു പ്ലാൻ വേണം. ആ പ്ലാനിൽ സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങാനും ടാർജറ്റിൽ ഇറങ്ങാനും നിങ്ങൾ ശ്രദ്ധിക്കണം. നല്ല സ്റ്റോക്കുകളാണ്, ലാർജ് ക്യാപ് ഫണ്ടുകളൊക്കെ ആണെങ്കിൽ യു ക്യാൻ കീപ്പ്, തെറ്റില്ല. ഇപ്പോൾ കൊച്ചി ഷിപ്പ്യാർഡൊക്കെ ഞാൻ സ്വിംഗ് ട്രേഡ് എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റർ ചെയ്തൊരു സ്റ്റോക്കാണ്. പക്ഷേ അതിൻ്റെ പോക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ കിടക്കട്ടെ. കാരണം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്, പുതിയ പ്രോജക്ട്സ് വരുന്നുണ്ട്. സോ എനിക്ക് കൊണ്ട് 100% പ്രോഫിറ്റ് ആയി. എനിക്കിപ്പോൾ ഏകദേശം ഒരു 400% കൊച്ചി ഷിപ്പ്യാർഡിൽ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ എനിക്ക് കൊണ്ട് 9 months ആയി. ഇപ്പോൾ സ്വിംഗ് ആണെങ്കിൽ അത് വിറ്റ് ഒഴിവാക്കേണ്ട സമയമായി. പക്ഷേ ഞാൻ അത് ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ നല്ല സ്റ്റോക്കുകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്ത് ലോങ് ടൈമിലേക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് സ്വിംഗ് ട്രേഡിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒരു കാര്യം കൂടി, സ്വിംഗ് ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയ ഒരുപാട് പേരുണ്ടാവും. അവർ അവരുടെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ഇടുക. സ്വിംഗ് ട്രേഡിങ്ങിൽ ഇത്ര പെർസെൻറ്റേജ് കിട്ടി എന്ന് ഇടുമ്പോൾ മറ്റുള്ളവർക്കും കൂടി അത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് വരും. അപ്പോൾ ബീസ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ബീസിൽ ഇൻവെസ്റ്റ് ചെയ്ത് എത്ര പേരുണ്ട്, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ് ചെയ്ത് എത്ര പേരുണ്ട്, പ്രോഫിറ്റ് കിട്ടിയ എത്ര ആളുകളുണ്ട്, എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയത്, ഇനി നിങ്ങൾ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.